എന്താ വളമുണ്ട് താടിക്ക് വളമില്ലടാ. ഇതൊക്കെ ത്രൂ വെട്ടി കുറച്ചതാ. ഇതേമാതിരിയുള്ള വാല് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യക്കാരുടെ അടുത്ത് പോയി വെട്ടിയതാണ്. ഓൻ ഇവിടെ മാത്രം വെച്ച് ഇവിടെ കട്ട് ചെയ്ത്. ഇതിപ്പോ ഞാൻ രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത്. അല്ല, താടി ഇല്ലാത്തവനെ അതിന്റെ വിഷമം മനസ്സിലാവും. എനിക്ക് അതിന്റെ വിഷമം എനിക്ക് കാട പോലെ ഉണ്ടായിട്ടാ. താടി മുടിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ടായിരുന്നു. ബാക്കൊക്കെ പഴയ ഫോണിലുണ്ടായിരുന്നു. ആ ഫോണ് വർക്ക് ചെയ്യാത്തോണ്ടാ. നല്ലോണം ഉള്ളുണ്ടായിരുന്നു മുടി. ബാക്ക് ഇത്ര ഗുരുവായൂരിലെ ശാന്തി ആണോ അവൻ? അവനല്ല, അവന്റെ അച്ഛനാ ശാന്തി. ഫുഡ് കഴിച്ചു പാത്തൂസ്. ക്യൂട്ട് വീഡിയോസ്. താങ്ക് യു. ഉറക്കമൊന്നുമില്ല ചേച്ചിയെ. 10:43 ആയിട്ടുള്ളൂ. ഞങ്ങൾ 45 ആകുമ്പോ ഉറങ്ങാറ്. ഈ താത്ത ഒരു സൈഫു കാര്യം പറഞ്ഞിട്ട് എന്ത് സൈഫു? അനിൽകുമാർ കുഞ്ഞാടെ അന്നെ ഞാൻ ആരിഫിന്റെ ലൈവിൽ കാണാറുണ്ടല്ലോ. ആരിഫിന്റെ ലൈവിൽ ഞങ്ങൾ വരാറില്ലല്ലോ. ആരിഫ് ഹുസൈൻ. എടേ, ഇത് ജാമിദ ടീച്ചറെ ഗ്രൂപ്പിലില്ലായിരുന്നു. ഗൈസ്, ഞാൻ ആകെ ലൈവിലെ പോലും ആദ്യത്താണ്. മത തീവ്രവാദി അതാണ് അയാള്. ജാമിദ ടീച്ചറെ പോലുള്ള ഈ മതത്തിനെ പറ്റി പറയുന്ന ആൾക്കാരെയാണോ നിങ്ങൾ മത തീവ്രവാദി എന്ന് പറയുന്നത്? അങ്ങനെയല്ല, മത വിമർശിക്കുന്ന ആള്. കുറെയൊക്കെ നമ്മുടെ കാഴ്ചപ്പാടാണ് ഗൈസ്. ഓരോരുത്തര ആരാക്കണം, എങ്ങനെ ആക്കണം, എന്താക്കണം എന്നുള്ളത്. നമ്മളായിട്ട് ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ കാര്യം മറച്ചു വെച്ചിട്ട് ജസ്നേനെ പറ്റി കുറ്റം പറഞ്ഞ ഞാൻ നല്ലവനാണ് എന്നുള്ളതാണ് എൻ്റെ വിചാരം. പക്ഷെ അത് തെറ്റാണ്. കാരണം ഞാൻ ജസ്നേനെ പറ്റിയിട്ട് ഓള് അങ്ങനെയാണ്, ഓള് ഇങ്ങനെയാണ്, ഓള് അതാണ് ഇതാന്ന് പറയുമ്പോൾ നമ്മൾ ആരാന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആർക്കും ആരെ പറ്റി എന്തും പറയാം എന്നുള്ളൊരു ഇതൊന്നുമില്ല. ശരിക്കും നമ്മുടെ നാട്ടിലെ ഗായ്സ്, ഞാൻ ഈ മെസ്സേജും കാര്യങ്ങളൊന്നും പറയുന്നില്ല, സോറി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമം വളരെ ചീപ്പാണ്. വളരെ ചീപ്പ് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. ഇപ്പോൾ ഈ 2025 തുടങ്ങിയ ശേഷം ഇത് പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിൽ പോലും ഒന്നുകൂടി പറയാണ്. 2025 നടന്നതിന് ശേഷം നല്ലൊരു കാര്യം നടന്നിട്ടില്ല. ഒരു സമൂഹ വിവാഹം നടത്തി കൊടുത്തു, അല്ലെങ്കിൽ നോമ്പിന് ഒരു വീട്ടിലെല്ലാവർക്കും നോമ്പിനൊരു വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നു, പാവപ്പെട്ട രോഗികൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡ് കൊടുക്കുന്നു. അങ്ങനത്തെ ഒന്നുമല്ല നമ്മൾ കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് വെട്ട്, കൊലപാതകം, തൂങ്ങി മരിക്കുക, എല്ലാ കാര്യങ്ങളും. നിങ്ങൾ കണ്ടില്ലേ, ഈ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛനെ വെട്ടിക്കൊന്നു. കുറച്ച് കൊല്ലം മുമ്പ് വേറൊരു മോൻ ആ അമ്മേനെയും വെട്ടിക്കൊന്നു. അപ്പോൾ എന്ന് വെച്ചാൽ 2 മക്കളുടെ അമ്മയും അച്ഛനും ഇപ്പോൾ മരിച്ച് ആ മക്കൾ കാരണം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ലഹരി ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. എന്താണെങ്കിലും നമുക്കുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. സ്വന്തം തെറ്റും കുറ്റവും മറച്ചു വെച്ചിട്ട് മറ്റുള്ള ചാമ്പുമ്പോൾ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പണി എപ്പോൾ കിട്ടുമെന്ന് പറയാനില്ല. അന്നൊക്കെ ചിലപ്പം ഈ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് അറിയാം. ഇപ്പം അതേമാതിരിയല്ല. പാടത്തുനിന്ന് നമ്മൾ പണി കഴിഞ്ഞ് ഇറങ്ങണ്ട, അപ്പം തന്നെ നമുക്ക് പൈസ കിട്ടും. ഓൺ ഡെലിവറിയാ. പെട്ടെന്ന് ഡെലിവറി കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി രഹസ്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടാവും, ഇവളെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ഇവളെ പറ്റി കുറ്റം പറയുമ്പോൾ ഇന്നെ പറ്റി പറയുന്ന ആൾക്കാരെ എന്താക്കൂ, ഇവളെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടോ അല്ലാതെയോ ഇവൾക്ക് എന്താക്കൂ അത് കൊടുക്കും. അപ്പം ഇവളതറിയും. അപ്പം ഞാനും നാറും. ഞാനാണ് ഇവളെ നാറ്റിക്കുന്നത്. അപ്പോൾ ഇവള് ഇന്ന ദേഷ്യമുള്ള ഒരാൾക്ക് അറിയുന്ന ആളാ ഇവൾക്ക് വിളിച്ചറിഞ്ഞ് ഇൻ്റെ നാറും. അങ്ങനെ എല്ലാവരും നാറും. അത് മനസ്സിലാക്കിയാൽ മതി. ആരാണെങ്കിലും അവൻ ഓടിയോ അങ്ങ്, അവൻ പോയി, അവൻ ഇനി 14-ാം തീയതി. അതേപോലെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ ചതിക്ക് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തായി സ്നേഹ കൈയടിക്കടാ ചേട്ടൻ ഓൺ. അല്ല സ്നേഹ, കാര്യമല്ലേ പറഞ്ഞേ. കാരണം നമ്മൾ തെറ്റും കുറ്റമൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കൊണ്ടാണ് പിന്നെ അത് റിപ്പീറ്റായി ഒരു ചെയിന് മാതിരി പോകുന്നത്. കാരണം അപ്പോൾ ഈ നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ആണെങ്കിലും യൂട്യൂബിൽ കുറേ ആൾക്കാരെ പറ്റി ആ തെറി ബീവി അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മളെ റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് അവരോടുള്ള ദേഷ്യമുള്ള ആൾക്കാർ നമ്മളെ വന്നിട്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതൊന്ന് എല്ലാവർക്കും കിട്ടും. ആരിഷ്, ഞാൻ വയനാടൊക്കെ വിളിച്ചു, ഒന്നും പറഞ്ഞില്ല. ആരിഷ്, നമുക്ക് റെഡിയാക്കാം. എന്താണ് ഒരു ദിവസം വിളിച്ചാൽ മതി. ഫോൺ നമ്പർ ഉണ്ടല്ലേ, ഗൂഗിളിലോ ഏതെങ്കിലും സെർച്ച് ചെയ്താൽ മതി. 920-780-7416. ഓക്കെ,
അഥവാ ഈ ലൈവ് പോയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെ